ഈ മിനി നോട്ട്ബുക്ക് പോലെ തന്നെ ഇങ്ങനെ നോട്ട്ബുക്കും ഡയറിയൊക്കെ ഉണ്ടാക്കുന്നതിൽ ഇപ്പം ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയി കിടക്കുന്നതാണ്. ഒരു കുഞ്ഞ് കഷ്ണം ഷീറ്റ് കിട്ടിയാൽ പോലും ഞാൻ ആലോചിക്കുന്നല്ല ഇതൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അറ്റ്ലീസ്റ്റ് നമുക്കൊരു ബുക്ക് ഉണ്ടാക്കിക്കൂടെ എന്നാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് ഞാനൊരു ബണ്ടിൽ ഓഫ് A4 ഷീറ്റ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും. ആ വീഡിയോയിൽ ശരിക്കും ഞാൻ പറയുന്നുണ്ട് ലൈക്ക് എങ്ങനെയാണ് എനിക്ക് ഈ ഒരു ബുക്ക് ഉണ്ടാക്കലെന്നുള്ള ഭ്രാന്ത് വന്നേന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് ഞാനല്ലാണ്ട് വേറൊരാൾ വന്നിട്ട് ഈ ബുക്കൊക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നുന്നത്. സച്ച് എ പ്രൗഡ് മൊമെൻ്റ് ആണ് അതൊക്കെ. അത് പോട്ടെ, ഇനി ഈ വീഡിയോ കണ്ടിട്ട് ചിലപ്പോൾ എന്നെക്കാട്ടും മുതിർന്നവരാവാം, ചിലപ്പോൾ എന്നെക്കാട്ടും താഴെയുള്ള എൻ്റെ കുഞ്ഞനിയന്മാരോ അനിയത്തിമാരോ അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്കടക്കം ഉണ്ടാക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് തന്നെ എനിക്ക് ചിലപ്പോൾ ഒരു അവാർഡ് എടുത്ത് കിട്ടിയൊരു സന്തോഷമായിരിക്കും. ചിലപ്പോൾ ഈ വീഡിയോസ് അത്ര അധികം പേര് കാണൂല, ചിലപ്പോൾ ഈ വീഡിയോസ് കുറച്ചധികം പേര് കാണും. ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ചധികം പേര് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ചാനലിൽ മാക്സിമം കയറുന്നത് 1K ആണ്. അപ്പോൾ ആ 1K പീപ്പിൾസ് ഇതൊക്കെ കണ്ടു എന്ന് വെച്ചാലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെ ഒരു പ്രൗഡ് ഫീലിംഗ് ആണ്. കാരണം മറ്റൊരാൾ ലൈക്ക് നമ്മൾ നമ്മുടെ സ്വന്തം കണ്ടൻറ്റാണ് എടുത്തിട്ടുണ്ട്, നമ്മുടെ സ്വന്തം കഴിവിനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അവരെ ഇൻസ്പയർ ആക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ് അവരിത് കണ്ടിട്ട് എൻജോയ് ചെയ്തെന്ന് പറയുന്നുണ്ടെങ്കിൽ തന്നെ അതിന് നമുക്കൊരു നാഷണൽ അവാർഡ് കിട്ടിയൊരു ഫീലല്ലട മോനെ. ചിലപ്പോൾ എൻ്റെ വീഡിയോയ്ക്കും എൻ്റെ സൗണ്ടിനും ക്വാളിറ്റി ഇല്ലായിരിക്കും, പക്ഷെ അതേ സമയം ഞാൻ ഉണ്ടാക്കുന്ന സാധനങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു ടാപ്പ് എന്നെ വല്ലാണ്ട് വട്ടം കറങ്ങി, കാരണം ഞാൻ ഇങ്ങോട്ടും മാന്തുമ്പോൾ അത് അങ്ങോട്ടങ്ങോട്ട് പൊക്കോണ്ടിരിക്കുമായിരുന്നു. അതിന് ബുദ്ധി ഇല്ലാണ്ടഞ്ഞിട്ടല്ല, എനിക്ക് വിവരമില്ലാഞ്ഞിട്ട്. കിൻഡർ ജോയ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ എനിക്കിത് വെച്ചിട്ട് ഇതെന്താ സാധനം എന്ന് പോലും എനിക്കറിയില്ല. ലാസ്റ്റ് ഇതെനിക്ക് ഉപകാരപ്പെട്ടത് പശ തേക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ബേസിക്കലി ഒരു കിൻഡർ ജോയ് ലവർ അല്ല. ഇഷ്ടമല്ല പറയുന്നതിനെക്കാട്ടും നല്ലതാണ് എനിക്കതിനോട് താല്പര്യമില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബുക്ക് ഞാൻ കൊളാക്കിയതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കാരണം നല്ല വൃത്തിക്ക് കിട്ടിയൊരു ബുക്കിനെ ഞാൻ ആ സെല്ലോ ടാപ്പ് അതിൻ്റെ മുകളിൽ കൂടെ ഒട്ടിച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിക്ക് ആക്കുന്നുണ്ട്. നോക്കണ്ട, ഇതിപ്പോൾ കുരിശ് വരച്ചിട്ടല്ലേ തുടങ്ങിയത്, നല്ല കുരിശായി കിട്ടിയിട്ടുണ്ട് എനിക്ക്. അതെന്താണെന്ന് എനിക്കറിയില്ല, കാരണം ഞാൻ എത്രയൊക്കെ നന്നായിട്ട് ചെയ്താലും ലാസ്റ്റ് അത് കൊളാക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജീവിത ലക്ഷ്യമാണ്. അത് മാറ്റാൻ ഈ ജീവിതത്തിൽ ആരെക്കൊണ്ടും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നശിപ്പിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലൊരു ബെസ്റ്റ് പാർട്ട് ഇൻ മൈ ലൈഫ്, അതാണ് പറയേണ്ടത്. കാരണം ഞാനായിട്ട് ആ പൊസിഷൻ കൊടുത്തല്ല, അവനായിട്ട് വാങ്ങിയതാണ്. ആൻഡ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വീഡിയോയിൽ മനസ്സിലാവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രൈറ്റ്നസ് കുറച്ച് കാണിക്കുന്നുണ്ട്. അപ്പം നല്ല വൃത്തിക്ക് ആ വൃത്തിയോട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ സ്ഥിരം പല്ലവി ഒന്നുമില്ല, ആയുധപ്പുരയങ്ങ് എടുത്തു, എന്നിട്ട് അതിൽ കണ്ട ഞാൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് എടുത്തങ്ങ് തലങ്ങും വിലങ്ങും ഒട്ടിച്ചങ്ങ് കൊടുത്തു. അപ്പോൾ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഓൾസോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ടാറ്റ.